നമസ്കാരം. നവരാത്രി വരുന്നു. നവരാത്രിയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം ഹിന്ദു ഗ്രഹങ്ങളിൽ നടക്കുന്നു. തൃക്കാരൂരിൽ എസ് കണ്ണൻ സ്വാമിയുടെ വീട്ടിലെ ഒരുക്കങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ണൻ വണ്ണത്തേരിൽ വരുகிறாൻ, കേട്ടവർക്ക് കേട്ടപടി വാഴ്വ് തരുகிறாൻ. വള്ളൽ വരുகிறாൻ, அன்பு வள்ளல் வருகிறான். பார்த்தனுக்கு பாடும் சொன்ன கீர்த்தன் வருகிறான். பசித்தவர்க்கு விருந்தளிக்க அமுதும் கொணர்கிறான். வள்ளல் வருகிறான், அன்பு வள்ளல் வருகிறான், வருகிறான், வருகிறாൻ. ഓരോ സവിശേഷതകളും ചെറിയ ചെറിയ ബോർഡുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് കണ്ണൻ സ്വാമി, സ്വാമി ആൻഡ് കമ്പനിയുടെ ഉടമസ്ഥൻ, കോതമംഗലത്ത്. ഇവിടെ എൻ്റെ ഗ്രഹത്തിലാണിപ്പോൾ നവരാത്രിയുടെ ഭാഗമായിട്ട്, നവരാത്രി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കുലുവാണ് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്നത്. നവരാത്രി ആഘോഷത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ നവരാത്രി ആഘോഷം എന്തുകൊണ്ട് ആഘോഷിക്കുന്നു എന്നതിനെ പറ്റി ഞാൻ സംസാരിക്കാം. അതായത് നവരാത്രി 9 ദിവസമാണ് ആഘോഷിക്കപ്പെടുന്നത്. ദേവിയെ 9 ദിവസവും നമ്മൾ ആരാധിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് 3 ഭാവത്തിലായിട്ടാണ്. ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടും, രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മിയായിട്ടും, മൂന്നാമത്തെ 3 ദിവസം സരസ്വതിയായിട്ടും, അങ്ങനെ 9 ദിവസമാണ് നവരാത്രി ആഘോഷം കൊണ്ടാടപ്പെടുന്നത്. അന്നേ ദിവസം ഞങ്ങളുടെ തമിഴ് ബ്രാഹ്മണരുടെ, അതായത് ഞാൻ തമിഴ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെ ഗ്രഹങ്ങളിൽ ബൊമ്മക്കുൽ ഒരുക്കുന്നു. അതിൻ്റെ ഉദ്ദേശവും കൂടി പറയാം. മഹിഷാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. അതിശക്തനായിരുന്നു ആള്. അദ്ദേഹം 3 ലോകവും കീഴടക്കി. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ 3 ലോകവും കീഴടക്കി മഹിഷാസുരന്റെ അധീനതയിൽ കൊണ്ടുവന്ന് ലോകം ആകെ പേടിച്ചുപോയി. സത്യത്തിൽ പേടിച്ചുപോയി. എങ്ങനെയെങ്കിലും ഈ മഹിഷാസുരനെ ഒതുക്കണം, അതായത് ഇല്ലാതെയാക്കണം, വധിക്കണം. അവരാലോചിച്ചപ്പോൾ അതിന് കണ്ട മാർഗം ഈ 3 ലോകത്തിലെ അധിപരുടെ ഭാര്യമാരെ പിടിക്കുക. അതായത് മഹാവിഷ്ണുവിൻ ലക്ഷ്മി, സരസ്വതി, ശിവന്റെ പാർവതി, ഇവർ 3 പേരും കൂടി ചെയ്ത് ഒറ്റ ദേവിയായിട്ട് വന്ന് അതിശക്തമായ രൂപത്തിൽ വന്ന് മഹിഷാസുര മർദ്ദനിയായി വന്ന് ഈ മഹിഷാസുരനെ വധിക്കാനുള്ള ശക്തി സ്വരൂപിക്കുകയാണ്. അങ്ങനെ സ്വരൂപിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർക്ക് ഉദ്ദേശിക്കുന്ന ശക്തി കിട്ടുന്നില്ല. അപ്പോൾ അവര് പറയുന്നു, ഭൂലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും, അതായത് മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും എല്ലാവരുടെയും ശക്തി ആവാഹിച്ചുകൊണ്ട് ഈ അസുരനെ കൊല്ലാനുള്ള ശക്തി ആവാഹിക്കുകയാണ്. ആവാഹിച്ചു കഴിയുമ്പോൾ ഈ ചരാചരങ്ങളെല്ലാം, മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും എല്ലാം സ്റ്റില്ലായി പോകും, നിലച്ചു പോകും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബൊമ്മക്കുലു. 9 ദിവസം ആ യുദ്ധം നടക്കും. 9 ദിവസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 9 ദിവസത്തെ നവരാത്രി ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നത്. ആ 9 ദിവസം കഴിയുമ്പോഴാണ് രണ്ടാമത് പുനർജീവനം കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൊമ്മക്കുലു, അതായത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ മെയിൻ കാരണം അതാണ്. 9 ദിവസം കഴിയുമ്പോൾ തിരിച്ച് അവർക്കെല്ലാം ജീവൻ വരവും പഴയ രീതിയിലാവുകയും ചെയ്യുകയാണ്. പക്ഷെ അതോടുകൂടി മഹിഷാസുരനെ ദേവി ഇല്ലാതെയാക്കുന്നു, വധിക്കുന്നു. അതാണ് ശരിയായ ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ ചരിത്രം. ആവൽ ആറുമുഖനെ നേരിൽ കാണാതെ ആരുമോ ജ്ഞാനക്കുരുവരൻ
ദീനക്കരുൾ ഗുഹൻ ജ്ഞാനക്കുരുവരൻ ദീനക്കരുൾ ഗുഹൻ വാനം വരും തൊഴും ആനന്ദ വൈഭോഗം കാണക്കിടയ്ക്കുമോ കൂരുതർക്കില്ല അവൻ அற்புத தரிசனம் கற்பனை செய்தால் மட்டும் ஆறுமோ ஆவல் ஆறுமுகனை நேரில் കാണാതെ ആരുമോ. M4 മലയാളം, കോതമംഗലം.